ബർക്കത്ത് എന്ന് പറയുന്നത് കൂട്ടായ്മയുടെ കൂടെയാണ്. നമ്മൾക്ക് ആലോചിക്കുവാനുള്ളത്, ഈ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട സകല ഗുണങ്ങളും ഉള്ള വിശ്വാസികളെയും കുടുംബങ്ങളെയും ഒക്കെ വളർത്തിയെടുക്കാൻ ഒരു കൂട്ടായ്മ, ഇസ്ലാം എന്ന് പറഞ്ഞ കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മ ആരംഭിക്കുന്നത് പ്രവാചകൻ്റെ കാലത്താണ്. അന്ന് ഖലീഫയാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുക. ഖുതുബ പറയുന്നത്, നിക്കാഹ് നടത്തുന്നത്, മാസമുറപ്പിക്കുന്നത് എല്ലാം ഖലീഫയാണ്. അത് ഇസ്ലാമിക ഭരണം നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ അങ്ങനെയാണ്. ശേഷം അനിസ്ലാമിക രാജ്യങ്ങളിൽ മുസ്ലിങ്ങൾ നമ്മുടെ ആദർശവും സത്വവുമൊക്കെ നിലനിർത്താൻ വേണ്ടി ഉണ്ടാക്കിയ കൂട്ടായ്മയുടെ പേരാണ് മഹല്ല് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രസക്തി സഹോദരന്മാരെ, ഏറ്റവും കൂടുതൽ പ്രസക്തിയുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാനതിൻ്റെ ആഴങ്ങളിലേക്കൊന്നും കടക്കണില്ല. കുൻതും ഖൈറ ഉമ്മ, നിങ്ങൾ ഉത്തമ സമുദായമാണ്. തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുങ്കർ. ഇടതടവില്ലാതെ ഇഴപിരിയാതെ നടത്തേണ്ട ഒരു സംഗതിയാണ് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. ഒരു സമൂഹത്തിൻ്റെ ചലനാത്മകത എന്ന് പറയുന്നത് ആ സമൂഹത്തിൽ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും ഇടതടവില്ലാതെ നടക്കുമ്പോഴാണ്. അതിന് കൂട്ടായ്മ ആവശ്യമാണ്. അമീൻ ഹസൻ ഇസ്ലാഹി ആണോ സദറുദ്ദീൻ ഇസ്ലാഹി ആണോ എന്നെനിക്കറിയില്ല. ഇസ്ലാമിക സമൂഹത്തിലെ ഇസ്ലാമും സംഘടിത ജീവിതവും എന്നൊരു പുസ്തകം വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ചത് ഓർക്കുകയാണ്. അത് IPH എന്നാണ് ഞാൻ വാങ്ങിയത്. അതിൽ ഇസ്ലാമിക സമൂഹത്തിൽ സംഘടിത രൂപത്തിൻ്റെ പ്രാധാന്യം, ഓരോ ദിവസവും 5 നേരം നമ്മുടെ കൂട്ടായ്മ വിളക്കിച്ചേർക്കുന്ന ഒന്നാണ് നമസ്കാരവും ബാങ്കും. ലോകത്തെ ഏറ്റവും വലിയ സംഗമത്തിനാണ് സൗദി അറേബ്യ സാക്ഷിയാവാൻ വേണ്ടി പോകുന്നത്. നോമ്പ് നമ്മളെല്ലാവരും ഒന്നിച്ചാണ് എടുക്കുന്നത്. സക്കാത്ത് സംഘടിതമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇസ്ലാമിലെല്ലാം അങ്ങനെയാണ്, സംഘടിതമാണ്. സ്വാഭാവികമായി മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു പറഞ്ഞു, ലാ ഇസ്ലാമ ഇല്ലാ ഫിൽ ജമാഅ. സംഘമില്ലാതെ കൂട്ടായ്മയില്ലാതെ ഇസ്ലാമിന് നിലനിൽപ്പില്ല. ലാ ജമാഅ ഇല്ലാ ഫിൽ ഇമാറ. ഒരു നേതൃത്വമില്ലാതെ സംഘടന ഉണ്ടാവില്ല. ലാ ഇമാറ ഇല്ലാ ഫിൽ ഇതാഅ. അനുസരണയില്ലാത്തൊരു സമൂഹത്തിൽ നേതൃത്വത്തിന് പ്രസക്തി ഉണ്ടാവില്ല. ഇത് മൂന്നും ഉൾച്ചേരുമ്പോഴാണ് ഒരു മഹല്ല് സംവിധാനം വിജയകരമായി മുന്നോട്ട് പോകുന്നത്. ഞാൻ ഒറ്റ വാക്ക് ഈ മഹല്ലിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പറയുന്നത്, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഇസ്ലാമിൽ നിന്ന് തെറ്റിപ്പോവാനുള്ള വഴി വളരെ കുറവായിരുന്നു. ഇല്ല, ഇപ്പം നമ്മളൊക്കെ പഠിച്ചന്ന് സിനിമ കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവും. 5 പൈസ കയ്യിലുണ്ടാവില്ല, പോകാൻ കഴിയില്ലല്ലോ. അന്ന് ഞാനൊക്കെ ചെയ്തത് മാവൂരൊരു സിനിമ ഉണ്ടായിരുന്നു. അത് ഈ ഓലോണ്ട് മറച്ചെട്ടിയതേന്. ഈ ഹാഫ് ടൈമിന് പാത്താൻ വിടുമ്പോൾ ഞാൻ ഓലപ്പുറാട് കയറി പോകാല, പകുതിയെങ്കിൽ പകുതി കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട്. കാരണം 75 പൈസ കൊടുക്കാൻ കയ്യിലുണ്ടാവില്ല. ഇന്ന് നമ്മളൊരു സ്കൂളിൽ കയറി കുട്ടികളെ കീശയിൽ കണ്ണ് ചിമ്പിങ്ങനെ കൈയിട്ടാൽ 500 നോട്ട് കിട്ടൽ മുസ്ലിം കുട്ടികളെ കീശേന്നാ. ഓൾക്ക് പൈസൻ്റെ പ്രശ്നമല്ല. 9 ഹോട്ടലിൻ്റെ കൂടിയാട്ടുമേൽ ഞായറാഴ്ച ഒരു ചായയും പുട്ടും ഞമ്മ കിട്ടില്ല. കാരണം 30 ഉറുപ്പ്യക്കാരൻ കണ്ടുടന്നു. അവിടെ 500 നോട്ട് ഇങ്ങനെ വലിച്ചിട്ട് കൊടുക്കുന്നത് നമ്മളെ മക്കളാണ്. രാത്രി 1 മണിക്ക് പൈക്കൾ തിന്നണ മാതിരിയാ തിന്നണത്. പൈസൻ്റെ യാതൊരു പ്രശ്നവുമില്ല. തെറ്റിപ്പോവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കലാലയം നമുക്കെതിരാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഫറൂഖ് കോളേജിൽ നിന്ന് ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സന്ദർഭത്തിൽ ഒരു മൈക്കും 2 ക്യാമറയൊക്കെ ആയിട്ട് പത്രപ്രവർത്തകർ എന്ന രൂപത്തിൽ കുറച്ച് ആളുകൾ വന്നു. 50ഓളം മുസ്ലിം പെൺകുട്ടികളെ അവർ കൊണ്ടുവന്ന കസേര രീതി, ഒറ്റ ചോദ്യം, നിങ്ങളോട് ഒരു ചോദ്യം, അതിന് ഉത്തരം കഴിഞ്ഞ് ഞങ്ങൾക്ക് പോവാം. എന്താ ചോദ്യം? നിങ്ങളെയൊക്കെ നിങ്ങൾ ആങ്ങളമാർ കല്യാണം കഴിക്കുകയാണെങ്കിൽ എന്താ നിങ്ങളെ അഭിപ്രായം എന്നാ. 50 മുസ്ലിം കുട്ടികൾ മറുപടി പറഞ്ഞത് എന്താ ഇപ്പം കുഴപ്പമെന്നാ. ആലോചിക്കണം, ആ കുട്ടികളെ ആ രൂപത്തിലാക്കിയത് ആരാണ്? നവ ലിബറലിസവും ലഹരിയും എക്സ് മുസ്ലിംസും എല്ലാം. നിങ്ങൾക്ക് ഈ സദസ്സ് വളരെ പ്രബുദ്ധമാണ് എന്നതുകൊണ്ട് സൂചന മതി. അതിനിടയിലാണ് നമ്മളെ മക്കൾ കയറി വരുന്നത്. വിവാഹരംഗത്തുള്ള അത്യാചാരങ്ങളും ആർഭാടങ്ങളും ഒരു ഭാഗത്ത്, ഇങ്ങനെ മഹല്ല് വളരെ ശക്തമായ തീരുമാനങ്ങളും അജണ്ടയുമായി മുന്നോട്ട് പോകേണ്ടതിൻ്റെ പ്രാധാന്യം ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്തരം മഹല്ലുകളിൽ നിങ്ങൾ കാണിക്കുന്ന ഈ യോജിപ്പും തീരുമാനങ്ങളും തീർച്ചയായും അള്ളാൻ്റെ അടുക്കൽ വലിയ പ്രതിഫലം ലഭിക്കുന്നതാണ്.
മുഴുവൻ സഹോദര സഹോദരിമാരും ഈ നേതൃത്വം പറയുന്ന മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും പരിപാടികളും പദ്ധതികളും സർവാത്മന ഏറ്റെടുക്കുകയും അങ്ങനെ വരും തലമുറക്ക് ഇസ്ലാമികമായ സംസ്കാരം ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി കൈകോർത്ത് പിടിച്ച് ഇപ്പോൾ പോകുന്നതിനേക്കാൾ ഉഷാറായി ഖിയാമത്ത് നാൾ വരെ ഈ മഹല്ല് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് മാത്രമാണ് എനിക്ക് ഒന്നാമതായി സൂചിപ്പിക്കാനുള്ളത്. ഒരു മഹല്ല് ഉണ്ടാകുന്നത് വ്യക്തിയിൽ നിന്നും കുടുംബത്തിൽ നിന്നുമാണ്. സ്വാഭാവികമായ ഒരു മഹല്ലിൻ്റെ അടിത്തറ ചെന്ന് നിൽക്കുന്നത് വ്യക്തിയിലാണ്. വ്യക്തി സംസ്കരണം മുതൽ മഹല്ലിൻ്റെ ബാധ്യത ആരംഭിക്കുകയാണ്. ആ കാര്യത്തിൽ നമ്മുടെ നിലപാടെന്താണ്? ഞാൻ ഓർത്തു പോകുന്നത് ഒരു ചരിത്രമാണ്. ഞാൻ ഇവിടെ കുറേ സ്ത്രീകളെ കാണുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു പ്രസംഗം വീട്ടിൽ പോയി കേട്ടത് കടലാസിൽ എഴുതാൻ നോക്കിയാൽ അയാൾ പറഞ്ഞ എല്ലാ വാക്കൊന്നും ഞമ്മ ഓർമ്മ ഉണ്ടാവില്ല. എൻ്റെ അടിയുണ്ട് ഇങ്ങനത്തെ ഒരു പെണ്ണ് 10-30 കൊല്ലമായിട്ട്. ഞാൻ എവിടെങ്കിലും പരിപാടി കഴിഞ്ഞ് പെട്ടെന്ന് ഓടിച്ചെന്നുള്ള ചൂടുവെള്ളം കുടിച്ചൊന്ന് കുളിച്ച് കിടക്കണം എന്ന് വിചാരിച്ചാൽ മണ്ടി ചെല്ലുമ്പോൾ ഒരൊറ്റ മനുഷ്യനും ഉണ്ടാവില്ല. വാതിൽ പൂട്ടി അമ്മി അടക്കം എടുത്ത് വെച്ച് പൂട്ടിയിട്ടുണ്ടാവും. നമ്മളോട് വിവരവും പറഞ്ഞിട്ടുണ്ടാവില്ല. പടച്ച റബ്ബേ എന്തിപ്പോൾ സംഭവിച്ചത്? അപ്പോൾ പിന്നെ നമ്മൾ താക്കോല് വെക്കാൻ സാധ്യതയുള്ള സ്ഥലത്ത് തപ്പലാണ് രണ്ടാമത്തെ പരിപാടി. അങ്ങനെ തപ്പുമ്പോഴാണ് അയലകത്തെ താത്ത പറയും, മൗലവി ഓള് കൊടിയത്തൂർ ഖുർആൻ ക്ലാസ്സിന് പോയതാണ് കേട്ടോ. അൽഹംദുലില്ലാ, വൈദ്യരെ കുട്ടി പൊയ്ത്തിട്ടാ ചാവുക. ഞാൻ പറയേണ്ടതില്ലല്ലോ, എവിടെങ്കിലും പോയി നന്നായിക്കോട്ടെ, നമുക്ക് നമ്മളെ കുട്ടികളെ നന്നാക്കാൻ ഒഴിവുണ്ടാവില്ല. അപ്പം ഞാൻ ചോദിച്ചു, താത്തേ താക്കോൽ എവിടെ? ആ താക്കോല് ചവിട്ടീൻ്റെ അടിയിൽ. ചവിട്ടി എന്ന് പറഞ്ഞാൽ കയറുമ്പോൾ കാലം അരുതുന്ന സാധനം. ഇനിയിപ്പം ഞോള് വന്നിനേയും തിരക്കില്ല. ഞാൻ ആ താക്കോലെടുത്ത് തുറന്ന് ഒന്ന് കുളിച്ചുള്ള ചൂടുള്ള കുളിച്ച് ഇങ്ങനെ കിടന്ന ഒരു 6-6:15 മജീറിൻ്റെ ആവുമ്പോൾ ഇങ്ങനെ കയറിയതാണ്. നമുക്കറിയാം എങ്ങോട്ടാ പോയെന്നൊക്കെ. എന്നാലും ലോക്യം പറയണമല്ലോ. എവിടെ ഇനി? കൊടിയത്തൂര ഇനി. അതെന്താ പരിപാടി? ഖുർആൻ ക്ലാസ് ഇനി. ആരെ ഇനി? ഇന്ന ആളെ ഇനി. എങ്ങനെ ഉണ്ടായിനി? നിങ്ങളാട്ടി നല്ല ക്ലാസ്സാ. പിന്നെ ഞാൻ മുണ്ടയില്ല. ആയിക്കോട്ടെ, എന്നാൽ ഈ മൗലവി പറഞ്ഞൊക്കെ ഒന്ന് എനിക്ക് പറഞ്ഞു തരുമോ? അതൊക്കെ അപ്പം ആർക്കാ ഓർമ്മ ഉള്ളത്? എനിക്ക് ഒന്നാമതായി പറയാനുള്ളത്, ഖുതുബയാവട്ടെ, ക്ലാസ് ആവട്ടെ, ദീനീ ദഅവത്ത് രംഗത്ത് ഏത് ഉപദേശമാവട്ടെ, കേൾക്കേണ്ടത് ചെവി കൊണ്ടല്ല കേട്ടോ. ഇന്ന് ചെവി കൊണ്ടാ കേൾക്കണ്. ചെവി കൊണ്ട് കേട്ടാനുള്ള സുഖം എന്താ? അതിലെ കേട്ട് ഇതിലട് വിടാം. കേട്ട് ഹൃദയം കൊണ്ടാണ്. ഇന്ന ഫീ ദാലിക ലദിക്റ ലിമൻ കാന ലഹു ഖൽബുൻ ഔ അൽഖ സമഅ വഹുവ ഷഹീദ്. സൂറത്തുൽ ഖാഫ്. ഈ ഖുർആനിൽ നിങ്ങൾക്ക് ഉത്ബോധനമുണ്ട്. ആർക്ക്? ലിമൻ കാന ലഹു ഖൽബുൻ. ഹൃദയം കൊണ്ട് കേൾക്കണം. ഖുർആൻ കേൾക്കുന്നതിനെ പറ്റി പണ്ഡിതന്മാരുണ്ട്, തെറ്റിൻ്റെ പോലും പറയും. ഖുർആൻ കേൾക്കുന്നതിനെ പറ്റി ഖുർആനിൽ പറഞ്ഞ എല്ലാ ആയത്തുകൾ പരിശോധിച്ചോളി. ഇസ്തമഅ എന്ന വാക്കാണ് ഉപയോഗിച്ചത്. ശ്രദ്ധിച്ച് കേൾക്കുക. എനിക്കത് ശരിക്കും മനസ്സിലായത് കോവൂരുന്ന. ഈ ചെവി കൊണ്ട് കേൾക്കണവും ഹൃദയം കൊണ്ട് കേൾക്കണവും നമ്മൾ വ്യത്യാസം എനിക്ക് മനസ്സിലായത് മെഡിക്കൽ കോളേജ് കഴിഞ്ഞിട്ടുള്ള കോവൂരുന്ന. അവിടെ എനിക്കൊരു ഖുർആൻ ക്ലാസ് ഉണ്ട്. അതിൽ 76 വയസ്സായ ഒരു ഉമ്മ. കണ്ണ് കാണൂല, ചെവി നല്ലോണം കേൾക്കാം. അപ്പം അതിനെ മകൻ പണിക്ക് പോകുമ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഇരുത്തിയിട്ടാണ് പോവുക. അപ്പം എൻ്റെ ക്ലാസ്സിൽ ആദ്യം വരുന്ന പഠിതാവ് ഈ പെണ്ണ. പോകുമ്പം ഞാനാണ് പുരയെ കൊണ്ടുപോയാക്കുക. മോൻ പണിക്ക് പോയല്ലോ, അത് കൊണ്ടുപോയാക്കുന്ന ഡ്യൂട്ടി എനിക്കാണ്. അപ്പം ഞാനെന്നും ക്ലാസ് കഴിഞ്ഞ് അതിന് ചെരുപ്പൊക്കെ നേരാക്കി വെച്ച് കാല് പിടിച്ച് ചെരുപ്പിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇടുമ്പോൾ ഈ ഉമ്മ പറയും, പൊന്നാര മനേജി പറയണതൊക്കെ ഓർമ്മ ഉണ്ടായിനി, പക്ഷെ ചെരുപ്പ് ഇട്ടവഴത്തിന് മറന്നു. അപ്പം ഞാൻ പറഞ്ഞു, 10-76 വയസ്സായതല്ല അമ്മ, ഞമ്മക്ക് തന്നെ ഇപ്പോൾ ഓർമ്മയില്ല. അപ്പം നിങ്ങളെ കാര്യം എടുക്കാനില്ലല്ലോ, ഏതായാലും നിങ്ങളിവിടെ വന്ന് ഇരിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ കൂലി ഇങ്ങനെ കിട്ടുന്ന കൂടി പറഞ്ഞ് മെല്ലെ സമാധാനമാക്കിയാട് കൊരയുമ്പോൾ കുത്തിരിപ്പിച്ച് ഞാൻ എൻ്റെ തടി അയച്ചിലാക്കല. ഒരു ദിവസം ഞാൻ അബദ്ധത്തിൽ ഒരു ചോദ്യം ചോദിച്ചു, എന്താ മാങ്ങളെ മൂത്ത മരോളെ വർത്താനം? റഹ്മാനായ റബ്ബേ, ഇവര് ഇറാനും ഇസ്രായേലും പോലെ എനിക്ക് അറിയില്ല. മുണ്ടെടുത്തിച്ചോളെ കാര്യം അതിന് അത്ര ആരോഗ്യമുള്ളൂ. എനിക്ക് അന്നാ മനസ്സിലായത്. ഓള് പറഞ്ഞോ ഒന്നും ഞാൻ മറക്കൂല. ഞാൻ പറഞ്ഞതോ ചെരുപ്പിട്ടവത്തിന് മറന്ന്. എന്താ കാരണം? മരോള് പറഞ്ഞത് ഹൃദയം കൊണ്ടാക്കട്ടെ, ഞാൻ പറഞ്ഞത് ചെവി കൊണ്ടാക്കട്ടെ. കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ഖുതുബ, ഈ പള്ളിയിൽ നടന്ന ഖുതുബ ഒരു കടലാസിൽ എഴുതാൻ പറഞ്ഞാൽ എത്ര എഴുതാൻ കഴിയും? ഞാൻ ഈ നോമ്പിൻ്റെ മുമ്പ് ഒരു അഹ്ലൻ റമദാൻ പരിപാടിക്ക് പോയി. പള്ളിൻ്റെ നേരെ മുകളിൽ പരിപാടി. അപ്പം മഗ്‌രിബ് നിസ്കരിച്ച് ആണുങ്ങളെ ഭാഗത്തുകൂടിയും പെണ്ണുങ്ങളെ ഭാഗത്തുകൂടിയും തിരക്കി കയറി ബെഞ്ച് ആട്ടി വെച്ച് കസേല ആട്ടി ഉന്തി ഞാൻ ആ തിരക്കൊന്ന് കഴിയട്ടെ ഞാൻ താഴത്ത് കുത്തിയിരുന്നു. അപ്പം രംഗക്കൊന്ന് ശാന്തമായപ്പോൾ കമ്മിറ്റിക്കാർ വരുന്ന മൗലയും അത് തുടങ്ങല്ലേ, തുടങ്ങുക. അവിടെ കയറിയപ്പോൾ ഒരു 100-300 ആളുണ്ട്, ആണും പെണ്ണുമായിട്ട്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളൊക്കെ മഗ്‌രിബ് നിസ്കരിക്കാൻ ഇവിടെ ഉണ്ടായിനോ? പിന്നെ നിങ്ങളെ വലത്തേ ഭാഗത്ത് ഞാനല്ലേ, ഇടത്തേ ഭാഗത്ത് മറ്റോളൂ. അപ്പം എൻ്റെ ചുറ്റും സബാനിയാക്കൾ എമ്പാടുണ്ടായിനി. നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടായി, എല്ലാവരും നിസ്കരിക്കാൻ ഇവിടെ ഉണ്ടായിനി. ഇന്ന് മഗ്‌രിബ് നിസ്കാരത്തിൽ ഇമാം 2ാം റക്അത്തിൽ ഓതിയ സൂറത്ത് ഏതാന്ന് ചോദിച്ചു. പിന്നെ ഉണ്ടാട്ടല്ല. ചിലവർ ഐൻസ്റ്റീൻ ആലോചിച്ച മാതിരിയാണ് ആലോചിക്കുന്നത്.
ചിലവരാലോചിച്ചാൽ എന്താ പറയുക, രണ്ടാമത്തെ റക്അത്ത് ഉണ്ടായിനിയോ, സൂറത്ത് പോട്ടെ, അപ്പം എന്താ കാര്യം? ഹൃദയത്തും കൊണ്ടല്ല നിസ്കരിച്ചത്, തടിയോണ്ടാ. ഇതുണ്ടാവരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇസ്തമഅ, ശ്രദ്ധിച്ച് കേൾക്കണം. വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു, അതെങ്ങനെ കേൾക്കണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടി മാത്രം മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകന്റെ സദസ്സിൽ വന്ന് പഠിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. സുദീർഘമായ ഹദീസാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഞാൻ ചരിത്രത്തിൽ ആരംഭിക്കണം. എന്തിനാണ് ഈ മഹല്ല് സംഗമം, എന്തിനാണ് ഈ ക്ലാസ്, എന്തിനാണ് ഈ കൂട്ടായ്മ? ആ ചോദ്യത്തിനൊക്കെ ഉത്തരം ആ ചരിത്രത്തിലുണ്ട്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹു പ്രഗത്ഭരായ രണ്ട് സ്വഹാബികളാണ്. അവരൊരു വഴിയിലൂടെ നടന്നു പോകുന്നു. അപ്പോൾ ഏകദേശം ഈ സ്റ്റാൻഡിൻ്റെ ഉയരത്തിലുള്ള ഒരു മതിലാണ്ട് ചാടിക്കടക്കണം. അപ്പോൾ മുമ്പിൽ അനസ് റളിയല്ലാഹു അൻഹു ആണ്, ബാക്കിൽ ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ആദ്യം ചാടി കടന്ന ആൾ രണ്ടാമത്തെ ആളെ കാത്തുക്കുമല്ലോ, ഒരു 10 സെക്കൻഡ് പോലും വേണ്ട ഒന്നാണ് ചാടി കിടക്കാൻ. അപ്പോൾ ആദ്യം ചാടി കടന്ന ആൾ രണ്ടാമത്തെ ആളെ കാത്തുക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചാടി കിടക്കുന്നതിന് പകരം എന്തോ സംസാരിക്കുന്നത് അനസ് റളിയല്ലാഹു അൻഹു കേട്ടു. ആരുമില്ല, ഒറ്റക്കാണ്. ഇയാളെന്താ ഒറ്റക്ക് സംസാരിക്കണ് എന്നറിയാൻ ഒന്നിങ്ങനെ ശ്രദ്ധിച്ച് എന്താ പറയണതെന്ന് കേൾക്കാലോ. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കാണ് ഈ കുടുംബ സംഗമത്തിൻ്റെ ആത്മാവ്. ആ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കിൻ്റെ മറുപടിയാണ് ഈ സംഗമം കൊണ്ടുണ്ടാവേണ്ട ഉൽപ്പന്നം. ഇനി ഞാൻ ആ വാക്ക് മാത്രം പറയാം. മാദാ തഖൂലു ഇൻദ റബ്ബിക ഗദൻ യാ ഉമർ, കുൻത ലാലൻ ഫഹദാകല്ലാഹ്, കുൻത ദലീലൻ ഫറഫഅകല്ലാഹ്. മാദാ തഖൂലു ഇൻദ റബ്ബിക ഗദൻ യാ ഉമർ, ഉടുതുണിയില്ലാതെ നഗ്നപാതനായി അള്ളാന്റെ മുമ്പിൽ വിചാരണക്ക് നിൽക്കുമ്പോൾ ഉമ്മറെ ഈ എന്ത് മണ്ണാങ്കട്ടെ പഠിച്ചവനോട് മറുപടി പറയാ. എത്ര ചോദ്യം നമ്മളെ കാത്തുക്കിണ്ടെന്നറിയോ? അപ്പോൾ ഉമർ അള്ളാഹുവിന് തന്നോട് ചോദിച്ച 2 ചോദ്യമാണ്. കുൻത ലാലൻ ഫഹദാകല്ലാഹ്, നീ വഴി പിഴച്ചവനായിരുന്നു, അള്ളാഹു നിനക്ക് ഹിദായത്ത് തന്നില്ലേ. ഈ പള്ളി ഇവിടെ ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. ഇതാ ഈ ഇരിക്കുന്ന കാരണവന്മാർ എത്രമാത്രം ത്യാഗം ചെയ്തിട്ടാണ് ഈ പള്ളി ഉണ്ടാക്കിയതെന്ന് ഇപ്പം ഞങ്ങളിങ്ങനെ സംസാരിക്കേനി. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ കുറച്ച് മനുഷ്യന്മാർ വയറപ്പൊഴുക്കാനുള്ളത് കൊണ്ട് നമുക്കൊരു പള്ളി മഹല്ലും ഉണ്ടായി. അതിൻ്റെ മുമ്പോ നമ്മൾ ശുർക്കിലും ബിദ്അത്തിലും അനാചാരത്തിലുമായിരുന്നു. അള്ളാഹുവിനെ അനുസ്മരിക്കുക. കുൻത ലാലൻ ഫഹദാകല്ലാഹ്, നീ വഴിപിഴച്ചവനായിരുന്നു, അള്ളാഹു നിനക്ക് ഹിദായത്ത് തന്നില്ലേ, തന്ന്. കുൻത ദലീലൻ, നീ ഏറ്റവും നിന്ദ്യനായിരുന്നു, ഫറഫഅകല്ലാഹ്, അള്ളാഹു നിന്നെ ഉയർത്തിരമ്മറ. എവിടെ ഉമർ അള്ളാഹിൻ്റെ ഉയർച്ച എന്നറിയങ്ങൾ? അദ്ദേഹത്തിൻ്റെ ഉയർച്ച മനസ്സിലാവണമെങ്കിൽ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പറ്റി പറഞ്ഞ ഒറ്റ വാക്ക് നമ്മൾ കേട്ടാൽ മതി. എന്താണെന്നറിയോ? ഇനി ഒരു പ്രവാചകൻ ഈ ഉമ്മത്തിലുണ്ടാകുമായിരുന്നെങ്കിൽ ലകാന ഉമറു നബിയ്യാ. മനുഷ്യൻ വളരുക. ഇനി ഒരു പ്രവാചകൻ ഈ ഉമ്മത്തിൽ ഉണ്ടാകുമായിരുന്നെങ്കിൽ ലകാന ഉമറു നബിയ്യ, ഉമർ ഒരു നബിയാകുമായിരുന്നു. ഞാൻ അതിനപ്പുറം എങ്ങനെ മനുഷ്യൻ വളരുക? ഈ വളർച്ച ഉയർച്ചയും ഒക്കെ നിനക്ക് കിട്ടിയത് ഈ ആദർശം വന്നതിന് ശേഷമല്ലേ? അതെ. എന്നിട്ട് ആ ഖുർആനും സുന്നത്തും ഒക്കെ പൂർണ്ണമായി ജീവിതത്തിൽ പകർത്തിയ ഒരു മനുഷ്യനായി മാറാൻ നിനക്ക് സാധിച്ചോന്ന് ചോദിച്ചാൽ മാദാ തഖൂലു ഇൻദ റബ്ബിക ഗദൻ യാ ഉമർ, എന്താ മറേ നാളെ മറുപടി പറയാം. വ്യക്തിപരമായി അള്ളാഹിനോടുള്ള കൽപ്പന, മാതാപിതാക്കളോടുള്ള കൽപ്പന, ഇണകളോടുള്ള കൽപ്പന, കടപ്പാട്, മക്കളോടുള്ള കടപ്പാട്, കുടുംബ ബന്ധത്തിൽ പാലിക്കേണ്ടവ, അയൽപ്പക്ക ബന്ധത്തിൽ പാലിക്കേണ്ടവ, നാട്ടിൽ പ്രയാസപ്പെടുന്നവരോട് കാണിക്കേണ്ട കടപ്പാട്, ഇതൊക്കെ നിർവഹിക്കണ്ടേ? ആ വിഷയത്തിലൊക്കെ അങ്ങനൊക്കെ പൂർണ്ണമായിട്ട് നിർവഹിക്കാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ ഈ എന്താ പടച്ചോനോട് മറുപടി പറയാ? സഹോദരന്മാരെ, നമ്മളെന്താ പറയാ? ഉമർ അള്ളാഹുവിനോട് അങ്ങനെ ചോദ്യമല്ലല്ലോ. അതെന്തേ? ഉമർ അള്ളാഹുവിന് രക്തസാക്ഷിയാണ്. രക്തസാക്ഷിക്ക് 6 പ്രതിഫലമുണ്ട്. ഒന്ന്, അവർക്ക് ഖബർ ജീവിതമില്ല. ആരും ചിന്തിക്കാത്തതാട്ടോ. ഖബറിനെ പറ്റിയൊന്നും ആലോചന ഇല്ലല്ലോ. ഈ ആലോചന മുഴുവൻ ദുനിയാവിനെ പറ്റിയാ. ഓരോരുത്തർ ഇങ്ങനെ ഒരു ടെൻഷൻ ഇങ്ങനെ നടന്നുകൊണ്ട് കാണാം. എന്താ ടെൻഷൻ? ദുനിയാവ്, പുയാപ്പൻ്റെ കടിച്ചർച്ച സ്വഭാവം, ഭാര്യൻ്റെ അനുസരണക്കേട്, കുട്ടികൾ ശ്രദ്ധിക്കണില്ല, കച്ചവടം മുഴുവൻ പരാജയപ്പെട്ടു, വിചാരിച്ച കോലത്തിലൊന്നും ആകണില്ല. ഇത് ദുനിയാവ്. ഈ ടെൻഷൻ അല്ലാത്ത എന്ത് ടെൻഷനാ സഹോദരന്മാരെ നമുക്കുള്ളത്? എന്നാൽ സൂറത്ത് മുസ്സമ്മിൽ മറച്ചു വെക്കണ്ടി. ഫകൈഫ തത്തഖൂന ഇൻ കഫർതും യൗമൻ യജ്അലുൽ വിൽദാന ശീബാ. നിങ്ങൾക്ക് എങ്ങനെയാണ് അല്ലാഹുവിനെ നിഷേധിക്കാൻ കഴിയുക? ഫകൈഫ തത്തഖൂന ഇൻ കഫർതും യൗമ, ഒരു ദിവസത്തെ നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ. എന്താ ദിവസത്തിന്റെ പ്രത്യേകത?
യജ്അലുൽ വിൽദാന ശീബ. ശീബ എന്ന് പറഞ്ഞ ശീബ ചേച്ചി അല്ലേ, ഈ ഇരിക്കണ കുട്ടിയില്ലേ, ഈ കൊച്ചുകുട്ടി. ആ പ്രായം കുട്ടികൾ മരണവും മരണാനന്തര ജീവിതത്തിൽ കടന്നു പോകേണ്ട കടമ്പകളെപ്പറ്റി ശരിക്കാലോചിച്ചാൽ ഐറ്റങ്ങളെ മുടി നിരച്ചു പോകുന്ന ഖുർആൻ പറഞ്ഞത്. അത്ര ഭയാനക. പക്ഷെ നമ്മൾ ചിന്തിക്കില്ല, നമ്മളതിനെ പറ്റി ചിന്തിക്കില്ല. മുറല്ലാഹുവിനും ആലോചിക്കുകയാണ്. അപ്പൊ രക്തസാക്ഷിക്ക് എന്തില്ല? ഖബർ ജീവിതമല്ല, വിചാരണല്ല, മരിച്ച ഉടനെ സ്വർഗത്തേക്ക് പോവും. അങ്ങനത്തെ ഒരു മനുഷ്യൻ 10 സെക്കൻഡ് സമയം കിട്ടിയപ്പോ ചോദിക്കാണ്, മാതാ തഖൂലു ഇൻദ റബ്ബിക ഗദൻ യാ ഉമർ. നമ്മൾ എത്ര കുതിരശക്തിയിൽ ചോദിക്കണം സഹോദരന്മാരെ. ഉമറല്ലാഹു, അപ്പൊ നിങ്ങൾക്ക് എന്നോട് സംശയം ചോദിക്കാം. എന്ത്? അന്ന് ഉമറല്ലാഹുവിന് ഇത് പറയുമ്പോ അപ്പൊ അദ്ദേഹം രക്തസാക്ഷിയാന്ന് അദ്ദേഹത്തിന് അറിയും. അതതിന്റെ പ്രത്യേകത. എങ്ങനെ അറിയും? നമുക്കറിയാം, ഉഹുദ് മല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹുദ് വിശ്വാസികളെ സ്നേഹിക്കുന്നു, വിശ്വാസികൾ ഉഹദിനെയും സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ ഏക മലയുടെ പേരാണ് ഉഹുദ് മല. അതിൻ്റെ മുകളിൽ കയറി അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, 4 മലൻ്റെ മുകളിൽ കയറിയപ്പോൾ ആദരവ് കൊണ്ട് മല ഒന്നിങ്ങനെ വിറച്ചു എന്നാ. അപ്പൊ അള്ളാഹിൻ്റെ റസൂൽ ഉസ്ബുത്ത് യാ ഉഹദ്, ഉഹദേ അടങ്ങ്, എതിരെ ബേജാറായണേ. എൻ്റെ മുകളിൽ കയറിയ ആരാന്ന് എനിക്കറിയോ? ഒന്ന് ഞാനല്ലേ. രണ്ടാമത്തത് സിദ്ദീഖ്. മൂന്നാമത്തെ 4മത്തെ ആളെ പേര് പറഞ്ഞില്ല. പിന്നെ പറഞ്ഞാൽ എന്താ അറിയോ? ഷഹീദാൻ, ഭാവിയിൽ രക്തസാക്ഷിയാകാൻ പോകുന്ന 2 ആളുകൾ. അപ്പൊ ഇവർക്ക് അറിയാം ഇവർ അന്ത്യം രക്തസാക്ഷിത്വമാണ് എന്ന്. കൊടുത്തത് സഹോദരന്മാരെ അവിചാരിതമായി കൊടുത്തതല്ല, സുജൂദ് കടന്ന് പ്രാർത്ഥിച്ച് വാങ്ങിയതാ. ഞമ്മക്കാകെ പ്രാർത്ഥന മരിക്കാണ്ടിരിക്കണേന്നാ.